നമസ്കാരം. ജ്യോതിഷ വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഗണപതിക്ക് വയ്ക്കുക എന്ന് കേട്ടിട്ടുണ്ടോ? അതായത് നമ്മൾ ഒരു കാര്യം തുടങ്ങുന്നതിന് മുമ്പ് ഗണപതിക്ക് വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. ഈ ഗണപതി ഹോമം, ഗണപതി പൂജ ഇതൊക്കെ സ്ത്രീകൾക്ക് എത്രത്തോളം സാധ്യമാകും എന്നതിനെ കുറിച്ച് നമ്മളോട് സംസാരിക്കാൻ നമ്മോടൊപ്പം ഇന്നുള്ളത് കൈപ്പകശ്ശേരി ശ്രീ ഗോവിന്ദൻ തിരുമേനിയാണ്. തിരുമേനി നമസ്കാരം. നമസ്കാരം. കുറെ കാലമായിട്ട് ചോദിക്കണം നോക്കിരുന്ന ഈ ഗണപതി ഹോമം സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റും? പിന്നെന്താ ചെയ്യാൻ പറ്റും. ശരിക്കും സ്ത്രീകൾക്ക് ഏത് പൂജയും ഉപദേശം വേണം. ഉപദേശം കിട്ടിയാൽ മാത്രമാണ് പൂജ ചെയ്യാവുള്ളൂ. കേരളത്തിലെ സ്വാഭാവികമായ സ്ത്രീകൾ പൂജകളൊന്നും കഴിക്കാറുമില്ല. അപൂർവം ഇല്ല എന്നല്ല പറഞ്ഞാൽ പൊതുവെ കഴിക്കാറില്ല. പക്ഷേ ഗണപതി ഹോമം ആരെ എങ്ങനെ ഭജിച്ചാലും പ്രസാദിക്കുന്ന ഒരേ ഒരാളാണ് ഗണപതി. സ്ത്രീ ഗണപതി ഹോമം എന്ന് തന്നെ പറഞ്ഞൊരു പങ്ക്തിയുണ്ട്. ശരിക്കും സ്ത്രീ ഗണപതി ഹോമം സ്ത്രീകൾക്ക് പറ്റുന്ന രീതിയിൽ. അതെന്താ പ്രത്യേകത? അത് പ്രത്യേകത എന്താന്ന് വെച്ചാല് ഒരു ദിവസം നമ്മള് പണ്ടത്തെ കാലത്ത് ഇപ്പൊ ഗ്യാസാണ്, അടുപ്പ് കത്തിക്കുമ്പോൾ, അടുപ്പ് എന്ന് പറയുന്ന കത്തിക്കുമ്പോൾ, അതായത് അടുപ്പ് കത്തിച്ചു തുടങ്ങുമ്പോൾ ഗണപതിക്ക് ഹോമിക്കുക. അങ്ങനെ ഹോമിക്കുന്ന കുടുംബത്തില് ആ ഒരു ഉപദേശവും ഇല്ലാതെ, ഒരു ഗുരുനാഥന്മാരുടെ ഇതും ഇല്ലാതെ ചെയ്യാവുന്ന ഒരു വളരെ ചെറിയ പൂജ തന്നെയാണ്. പറഞ്ഞുതരാം. അത് അതിഗംഭീരമാണ്, അതികേമത്തമാണ്. ഈ അല്പം അവിലും മലരും ശർക്കരയും ഒരു 2-3 നാളികേരപ്പോള്, 3 മാക്സിമം 7 നാളികേരപ്പോള് മതി. നമ്മള് അഗ്നി ജ്വലിപ്പിച്ചു കഴിഞ്ഞാൽ അഗ്നി ദേവനായി, സംശയം വേണ്ട. അഗ്നി എന്ന് പറയുന്ന ഭഗവാൻ തന്നെയാണല്ലോ. ഈ അഗ്നിയിലെ ദേവത്തിൽ നമ്മൾ ഗണപതിയെ ഭഗവാനെ സങ്കല്പിച്ചിട്ട് ഗം ഗണപതേ നമ എന്ന് പറഞ്ഞ് ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് നമ്മൾ സാധാരണഗതിക്ക് അത് അല്പം വാരിയെടുത്ത് കിഴക്കോട്ട് തിരിഞ്ഞു നിന്നിട്ട് ആ അഗ്നിയിൽ നിക്ഷേപിക്കുക. അഗ്നി ജ്വലിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്നും കൂടെ തിരുമേനി പറഞ്ഞു. നമ്മളിപ്പോ അതൊരു ഹോമാചാരത്തിലേക്ക് പോകണ്ട, സാധാരണ വിറക് കത്തിക്കുന്ന അടുപ്പ് മതി. അങ്ങനെ ചിന്തിച്ചോളൂ. അതിനകത്ത് വലിയ ഒരു പ്രബലമായ ഹോമാചാരം നടത്തി ഹോമം കഴിക്കാന്ന് ഉദ്ദേശമല്ല. ആ അഗ്നിക്ക് ആദ്യം സമർപ്പിക്കുന്നത് ഗണപതിക്കുള്ള നിവേദ്യമാക്കുക. അല്ല, ഒരു കഥയായി തന്നെ പറയത്. ഒരു മുത്തശ്ശി സ്ഥിരമായിട്ട് ഗണപതിക്ക് കൊടുത്തു. കഴിഞ്ഞപ്പം ഒരു ദിവസം ഈ പണ്ട് അടുക്കളയിൽ ഇങ്ങനെ അഴിവാതിലുണ്ട്, അഴിവാതിലൂടെ തുമ്പിക്കൈ വന്നു എന്നാ പറയുന്നത്. എനിക്ക് ഇങ്ങോട്ട് തന്നോളൂ എന്നും പറഞ്ഞു ഗണപതി പ്രത്യക്ഷമായി എന്നാ പറയുന്നത് പണ്ടത്തെ കാലത്ത്. അതായത് സ്ത്രീ ഈ എല്ലാ ദിവസവും ഹോമിച്ച് ഒരു ദിവസം അഴിവാതിലൂടെ തുമ്പിക്കൈ അകത്തേക്ക് വന്നു, തീ കത്തിച്ചപ്പോ ഇങ്ങോട്ട് തന്നോളൂ. ഗണപതി ഭഗവാൻ അവിടെ എത്തി. അതായത് ഒരു 3 രൂപ അല്ലെങ്കിൽ 7 രൂപ ധാരാളം മതി. ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട്, ഇതൊന്നും ഒരു അധികം ചെലവില്ല. ഗം ഗണപതി നമ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അഗ്നിയിൽ നിക്ഷേപിക്കുന്നു. അത് കഴിഞ്ഞ് അത് കത്തി തീർന്നു എന്ന് ഉറപ്പായി കഴിയുമ്പം ഭഗവാനെ ഒന്ന് തൊഴുതു. അത് നിക്ഷേപിച്ചു കഴിഞ്ഞ് നമ്മളൊന്ന് തൊഴുതു പിടിച്ചോണ്ടിരിക്കുക. കുറച്ചു നേരം ഗം ഗണപതി നമാന്ന് ചോദിക്കുക. അത് കത്തി തീരുക, അവസാനിപ്പിച്ചു. നമ്മൾ പിന്നെ അത് ആ അഗ്നി പാചകത്തിലേക്ക് മാറ്റാം. സ്ത്രീകളുടെ കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുക, സ്ത്രീകൾക്ക് എല്ലാ ദിവസവും ഒന്നും പൂജ അത് പറ്റില്ല. അങ്ങനെ ഇല്ലാത്ത, അതായത് ഈ ആർത്തവ സമയത്ത് ഈ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. ആ 7 ദിവസം ഒഴിവാക്കിയിട്ടാണ് ഞാനിത് പറയണത്. അത് മാത്രല്ല, ഇപ്പോഴത്തെ ഗ്യാസ് ഒക്കെ ഉള്ള ഇതില് ഇപ്പൊ ഈ ഇങ്ങനെ കത്തിക്കാനുള്ള പാത്രങ്ങൾ കിട്ടും. മനസ്സിലാണ്ട്? ഈ അഷ്ടഗന്ധം പോലെയുള്ള പാത്രങ്ങൾ, അങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ കിട്ടും. ഇതല്ലെങ്കിൽ ഇപ്പൊ ഈ 20 ഇഞ്ചിന്റെ ചെറിയ കുണ്ടങ്ങൾ തന്നെ കിട്ടുന്നുണ്ട്. ചെറിയ കുണ്ടങ്ങൾ കിട്ടുന്നുണ്ട്. അത് മേടിച്ചിട്ട് 2 ചകിരി എടുത്താൽ മാത്രം മതി. അല്ല, അത് ദഹിക്കാനുള്ള തീ മതിയല്ലോ. സമർപ്പിക്കുന്ന ദഹിക്കാനുള്ള തീ മതിയല്ലോ. അതിനകത്ത് ഈ പറഞ്ഞ പോലെ 2 ചാക്ക് ചകിരി അങ്ങനെയൊന്നും വേണ്ട. ഒരു നാളികേരത്തിന്റെ ചകിരി പോലും വേണ്ട. പൊതിമടൽ എന്ന് പറഞ്ഞ ഉദ്ദേശിക്കണേ. ഒരു കഷ്ണം പ്ലാവിൻ പിറകോ അല്ലെങ്കിൽ ഒരു ചിരട്ടയോ ധാരാളം മതി. ഇതിലേതെങ്കിലും ഒന്നുണ്ടെങ്കിലും മതി. അത് അഗ്നിക്ക് സമർപ്പിക്കുക, അഗ്നിയിലൂടെ ഗണപതിക്ക് സമർപ്പിക്കുക. പിന്നെ ഒരു കാര്യം മാത്രം, ഗം ഗണപതേ നമ എന്ന് പറയണത് രീതിയിലല്ല, ഗം ഗണപതേ സ്വാഹ എന്നാണ് സമർപ്പിക്കുമ്പോൾ. നാമം ജപിക്കുമ്പോൾ നമയും അഗ്നിക്ക് സമർപ്പിക്കുമ്പോൾ മന്ത്രമല്ല സ്വാഹയാവും. ഇപ്പൊ നമ്മൾ ജപിക്കുവാണെങ്കിൽ ഗം ഗണപതേ നമ, ഗം ഗണപതേ നമ എന്ന് ചോദിക്കാം. നമ്മൾ സമർപ്പിക്കുമ്പോൾ ഗം ഗണപതേ സ്വാഹ. സ്വാഹാദേവിയാണ് അഗ്നിയെ പറയണ. സ്വാഹാദേവി ഇത് സ്വീകരിക്കണം. അതുകൊണ്ടാണ് ഹോമത്തിനെല്ലാം വരുമ്പോ സ്വാഹയാവും, പുഷ്പാഞ്ജലികൾക്കെല്ലാം ജപത്തിന് നമാന്നാവും അവസാനം.
അതതിന്റെ വ്യത്യാസം. സ്വാഹ എന്ന് വെച്ചാല് അതിന്റെ അർത്ഥം അത് സ്വാഹ എന്ന് പറയുന്ന ഒരു ഭഗവതിയാണ് ഇതിനെ സ്വീകരിക്കുന്നത് ആ ഹോമത്തില്. അത് ശരി. സ്വാഹ കൂട്ടി ഹോമിക്കും, നമ കൂട്ടി ജപിക്കും. ജപിക്കും. അതുകൊണ്ടാണ് ഹോമം കഴിക്കുമ്പോൾ ഗം ഗണപതിയെ സ്വാഹ ഒരു 3 രൂപ അല്ലെങ്കിൽ 7 രൂപ മതി, അല്ലെങ്കിൽ 7 തേങ്ങാപ്പൂള് മതി, ശക്കല അവലും വരും. ഇത് സ്ഥിരം ചെയ്താൽ അത് നമ്മളിപ്പോൾ നിരീക്കുന്ന പോലെയല്ല, ഒന്നൊരു ഹോമം തന്നെയാണ് നടക്കണേ. സാധാരണ ശുദ്ധം മതി, ഒരുപാട് നമ്മൾ ഉപദേശങ്ങളൊന്നും വേണ്ട. അതായത് സർവ അഭീഷ്ടങ്ങളും സർവ നന്മയും സർവ ഐശ്വര്യവും സർവ ഗുണങ്ങളും ഉണ്ടാകാൻ ഗണപതി ഉപാസന പോലെ വേറെ ഒന്നില്ല. അതുപോലെ ഗണപതിയുടെ പല പല ഭാവങ്ങളുണ്ടല്ലോ. ഗണപതിയുടെ നിരവധി ഭാവങ്ങളുള്ള നിരവധി. അതില് ഏത് ഗണപതിയാണ് നമ്മൾ ഉപാസിക്കേണ്ടതെന്ന് അങ്ങനെ അല്ല, നമ്മളിപ്പോ ഈ അടുക്കള ഗണപതി ഹോമത്തില് സാധാരണ ഗണപതിയെ സങ്കല്പിച്ച് ചെയ്താൽ മതി. പിന്നെ ജപാദികൾ അത് ഞാൻ പിന്നീട് ഒരു എപ്പിസോഡായിട്ട് പറഞ്ഞുതരാം. ഇപ്പൊ ഈ അടുക്കള ഗണപതി ഹോമത്തിൽ നമ്മൾ സാധാരണ ഗണപതിയെ സങ്കല്പിക്കുക, മറ്റൊന്നും സങ്കല്പിക്കേണ്ട. ആ ഗണേശനെ സങ്കല്പിക്കുക, അഗ്നിദേവന് ഗണപതിയെ സ്വാഹ എന്നുള്ള നാമം കൊണ്ട് അങ്ങ് ഇത് ചെയ്യുക. അത് ദഹിച്ച് തീരുന്നേരം വരെ ഗം ഗണപതിയെ നമാന്ന് ചെയ്യുക. ഒരു 3 ഏത്ത ഇടുക, അവസാനിപ്പിച്ചു മതി. ഒന്നും നോക്കണ്ട, വളരെ വളരെ ഗംഭീരമായിരിക്കും. ഇത് അതുപോലെ തന്നെ നമ്മള് രാവിലെ കുളിച്ച് കുളിക്കണം. കുളിക്കാതെ എന്തായാലും രാവിലെ വിളക്ക് അടുപ്പ് കത്തിക്കുമ്പോ കൊണ്ടുപോയി ഈ സാധനം അത് ഹോമം ആവില്ലല്ലോ. അപ്പൊ രാവിലെ നമ്മൾ ആ ചിട്ടയോട് കൂടി കുളിച്ചതിന് ശേഷം ശരീരം ശുദ്ധിയായതിനു ശേഷം മാത്രം ചെയ്യേണ്ട കർമ്മങ്ങളല്ലേ. അപ്പൊ തിരുമേനി ഇപ്പൊ ഗണപതി ഹോമത്തിന്റെ കാര്യം പറഞ്ഞു, ഗ്യാസിൽ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ മിക്ക വീടുകളിലും പണ്ടൊക്കെ ഗ്യാസില് വളരെ കുറവാണ്, അടുപ്പിലായിരുന്നു പാചകം. ഇപ്പൊ ഗ്യാസിന്റെ ക്ഷാമമൊക്കെ വന്നതോടുകൂടി ആൾക്കാർ വീണ്ടും അടുപ്പിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. മത്സ്യമാംസാദികൾ പാകം ചെയ്യാത്ത വീടുകൾ ചുരുക്കാണ്. തലേദിവസത്തെ ഇച്ചിരി മീൻകറിയൊക്കെ വെച്ച് ഇച്ചിരി ബീഫൊക്കെ വെച്ച് ഈ അടുപ്പത്ത് ഗണപതി ഹോമം വയ്ക്കുന്നത്, ഗണപതി ഹോമം നടത്തുന്നതില് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? 2026 കണ്ടല്ല ഇതൊക്കെ ഉണ്ടാക്കിയത് ശരിക്കും, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു യുഗം കണ്ടല്ല. പണ്ടത്തെ കാലത്തെന്ന് പറഞ്ഞാൽ അടുക്കള വൈകുന്നേരം ആയാൽ വൃത്തിയായിട്ട് കഴുകി അടുപ്പും പാദവും ഒക്കെ തുടച്ച് ചാരമൊക്കെ വാരിക്കളഞ്ഞ് വൃത്തിയാക്കിയ പാത്രമൊക്കെ കഴുകിയ ഒരു അടുക്കളയാണ് ഇതുണ്ടാക്കണ കാലത്ത്. ഏറ്റവും വൃത്തിയായിട്ടിരിക്കുന്ന സ്ഥലം അടുപ്പിന്റെ. അന്ന് നമ്മൾ ഈ ഉപാസനകളൊക്കെ തുടങ്ങണ കാലത്തെ വൃത്തി അതാണ്. അന്ന് നോൺ വെജിറ്റേറിയൻ എന്ന് പറഞ്ഞ സാധനമേ ഇല്ല. ഇന്നാണ് ഇത് വന്നത്. ഇപ്പോഴത്തെ ഈ ചോദ്യത്തിന് പ്രസക്തി ഉണ്ട്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്കിലും നിലവില് രാവിലെ ചെല്ലുമ്പോ അടുക്കളയിൽ നോൺ വെജ് കാണാനുള്ള സാധ്യത വളരെ കുറവാണ്. ചിലപ്പോൾ ഫ്രിഡ്ജിൽ കാണുമായിരിക്കാം, അല്ലെ തലേ ദിവസം വെച്ചതാവും. പിന്നെ എന്തായാലും അടുക്കള ആ ഭാഗമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിടാനുള്ള സാധ്യതയും കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പൊ ഗ്യാസിലായതുകൊണ്ട് ചെറിയ ഒരു കുണ്ട സജ്ജീകരണം, അതായത് നമ്മളിപ്പോ ഈ എന്താ പറയുക ഓൺലൈനിലൊക്കെ കിട്ടാനുണ്ട്, അങ്ങനെയുള്ള സാധനം വാങ്ങിച്ച് ആ അടുക്കളയുടെ ഏതെങ്കിലും ഭാഗത്ത് വെച്ച് അത് ഉപയോഗിക്കുക, അത് അണയ്ക്കുക, മാറ്റി വെക്കുക. അടുപ്പുമായി ബന്ധം. ഇനി അഥവാ ഒരു അടുപ്പുണ്ടെങ്കിൽ അതിനകത്ത് ഏറ്റവും ചെറിയ അടുപ്പെടുത്ത് ഉപയോഗിക്കുക, അതിനകത്ത് വെക്കാതിരിക്കുക. അങ്ങനെ എനിക്ക് പറയാൻ പറ്റും. അതായത് മത്സ്യമാംസാദികൾ പാചകം ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഈ പറഞ്ഞ ഗണപതി ഹോമം നടത്തണ്ട എന്നാണ് എന്റെ അഭിപ്രായം. അങ്ങനെയുള്ളവർ ഈ പറയുന്ന രീതി തന്നെ സ്വീകരിക്കുക. സമ്പൽ സമൃദ്ധിക്കും സർവ്വ ഐശ്വര്യത്തിനും വേണ്ടി സ്ത്രീകൾ ചെയ്യേണ്ട ഗണപതി ഹോമത്തെ കുറിച്ചാണ് ശ്രീ തിരുമേനി നമ്മളോട് ഇപ്പോ സംസാരിച്ചത്. ഇതോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.